അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഈദ് വ്ളോഗ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണെന്നുള്ളത്. അപ്പോൾ ആ ട്രിപ്പിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ട്രിപ്പ് വ്ളോഗാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ആപ്പൻ്റെ അടുത്തുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഊട്ടിയിലേക്കാണ് കേട്ടോ പോണത്. ഊട്ടിയിലേക്ക് ഞാനും ഉസ്മാനും ഒരു തവണ പോയിട്ടുണ്ട്. ഉസ്മാൻ ഒറ്റയ്ക്ക് 2 തവണ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഉസ്മാൻ മൊത്തത്തിൽ ഇപ്പം 4ാമത്തെ തവണ എങ്ങനെയാണ് ഊട്ടിയിലേക്ക് പോണത്. പക്ഷേ ഞാനും ഇത്താത്തയും നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ വയനാട് എത്തിയപ്പോൾ ചുരം കയറുന്നതിന് മുൻപ് നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. നമ്മൾ ഇറങ്ങിയത് എന്താ പറയുക പെരുന്നാളിൻ്റെ ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയില്ല, ക്യാമറയ്ക്ക് എന്തോ ഒരു മങ്ങിച്ചുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതാ അവിടെ അയാനുണ്ട് ഗൈസ്, ചൂടെടുത്തിട്ട് മൂപ്പര് ബനിയനൊക്കെ ഊരി നിൽക്കാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഉസ്മാനും മലയങ്കിയും പോയിട്ട് ചായ എല്ലാം വാങ്ങി നമുക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുകയാണ് ഗൈസ്. ക്യാമറയ്ക്ക് എന്തോ ഒരു മങ്ങൽ പോലെ ഉണ്ടല്ലേ, എന്നോട് തുടക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ്. അതിനിടയ്ക്ക് ഞാൻ ഇത്താത്തനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. പിന്നെ അതേ പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് എന്തായിരുന്നു, പാൽ കേക്ക്. അങ്ങനെ കേട്ടോ പറയല്. ഇത്താത്തക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇത്താത്തക്കും അലയങ്കാക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അത് കഴിച്ചു. പിന്നെ അതായത് നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ. പെരുന്നാളിൻ്റെ അന്നാണല്ലോ പോകുന്നത്, അപ്പം തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിതാൻ എൻ്റെ മടിയിലുണ്ടായിരുന്നു, അയാൻ ഇത്താത്തൻ്റെ മടിയിലുണ്ട്. അങ്ങനെ ഏതായി നമ്മൾ പോയി നമ്മൾ വയനാട് എത്തി. അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഊട്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഊട്ടിയിൽ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്കറിയാലോ ഊട്ടിയിലേക്ക് എത്രത്തോളം ദൂരം ഉണ്ട് എന്നുള്ളത്, അതും കാലിക്കറ്റ് നിന്ന്. അങ്ങനെ നമ്മൾ ഉറക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഊട്ടി എത്തിയില്ല, ഊട്ടീൻ്റെ എവിടെ ഒരു സ്ഥലത്തെത്തി. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ എവിടെയോ ഒന്ന് എത്തിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ചായ കുടിച്ചു, അതിനുശേഷം നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് നമ്മളെല്ലാവരും കഴിച്ചു. പിന്നെ ഞാൻ ഇത് അവിടെ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യാണ് കേസ്. ഞാൻ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഈ താത്തയും ഉസ്മാനും കൂടി എന്നെ ചിരിപ്പിച്ചു കേസ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടി ആക്ട് ചെയ്യാൻ വീഡിയോ എടുത്തോളൂ. ഞാൻ ഒറിജിനലായിട്ട് ഉറങ്ങാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. പോണ വൈക്കണേ നമ്മൾ ഓരോരോ റൂംസിന് വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരു റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് റൂം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ വേറൊരു ഹോട്ടലിൻ്റെ മുന്നിൽ ചെന്നിട്ട് നമ്മൾ റൂമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു റൂമുണ്ട്, ഫാമിലിക്ക് പറ്റിയൊരു റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതാ ഈ ഒരു റൂമല്ല, ഇത് ശരിക്കും വീടാണ്. അപ്പോൾ ഇവിടെ നമ്മളെ എത്തിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ നല്ല അടിപൊളിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീടാണ്, ഹോളും അതേപോലെ 3 റൂംസൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ അടുത്തടുത്തുള്ള റൂംസും പിന്നെ അപ്പുറത്തെ റൂം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഊട്ടിയിലെത്തിയപ്പോൾ പറയണ്ടല്ലോ, പഠിച്ചോനെ കാലിക്കറ്റ് നല്ല ചൂടാണല്ലോ. കാലിക്കറ്റ് അല്ല, ഇവിടെ എല്ലാം ചൂടാണ്. ഊട്ടിയിലെത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ AC വേണ്ട, ഫാൻ വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നമ്മൾ എത്തിയ സമയം 16 ഡിഗ്രിയോ 13 ഡിഗ്രിയോ അങ്ങനെ ആയിരുന്നു കേട്ടോ. തണുപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ AC എന്ന് പറഞ്ഞ് നടക്കുന്ന അയാനെ വരെ തണുത്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അയാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, ഇതിപ്പോൾ എവിടുന്ന് ഈ തണുപ്പ് എന്ന്. കുട്ടി വിചാരിച്ച് ഇവിടെയാണോ AC ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മളിവിടെ രാത്രി സ്റ്റേ ചെയ്തു. നമുക്ക് കുറച്ച് നേരത്തെ കേട്ടോ, നമ്മൾ രാവിലെ തന്നെ പോകും. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം.